ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അനാമിക. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് +1 എക്സാം എഴുതിയിട്ട് നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് റിസൾട്ട് വരാനും +2യിലേക്ക് കടക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള കുറച്ച് ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ക്ലിയർ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഓൾറെഡി ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്ട് വീഡിയോ ഷുഡ് ഐ പോസ്റ്റ് നെക്സ്റ്റ് എന്നുള്ളത്. അപ്പോൾ അതിൽ വന്നൊരു സജഷൻ ആയിരുന്നു ഇങ്ങനത്തെ കുറച്ച് ഡൗട്ട്സ് ആൻഡ് കാര്യങ്ങളൊക്കെ. So I thought to make a video on this topic and that's it. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒന്ന് രണ്ട് പേരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇതാരാണ് എന്താണ് എന്നുള്ളതൊക്കെ. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് അനാമിക എസ്. ഐ എം എ ബിടെക് സ്റ്റുഡൻറ്റ് റൈറ്റ് നൗ. സോ ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ ബിടെക് CSE പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 10th +1 +2 ഒക്കെ കഴിഞ്ഞ ആ ഒരു ഇതിൽ എൻട്രൻസ് എക്സാമുകളൊക്കെ പലതരത്തിലുള്ള എൻട്രൻസ് എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത ഒരു നോളജ് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ഇറ്റ്സ് പേഴ്സണലി ബേസ്ഡ് ഓൺ മീ ആൻഡ് മൈസെൽഫ് ആൻഡ് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാനലിലെ കോണ്ടൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി സോങ് കവർ ആൻഡ് ഡാൻസ് കവർ, റീൽസ്, വ്ളോഗ്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് കൈൻഡ് ഓഫ് വീഡിയോസ്, ക്രാഫ്റ്റ് വീഡിയോസ് ആൻഡ് ഓൾസോ ഇങ്ങനത്തെ സ്റ്റഡി റിലേറ്റഡ് കോണ്ടൻറ്റ്സ് ആണ് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഡു ജോയിൻ അവർ ഫാമിലി, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ജോയിൻ വിത്ത് മീ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. +1ൽ നിന്ന് +2യിലേക്ക് പോകുന്ന സമയത്ത് ഒത്തിരി കുട്ടികൾക്കുള്ളൊരു ഡൗട്ടാണ്, +2ൻ്റെ കൂടെ എൻട്രൻസ് നമുക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ +2ൻ്റെ കൂടെ എൻട്രൻസ് ചെയ്യുന്നതാണോ എളുപ്പം ഓർ ഈസി, അതോ +2 കഴിഞ്ഞിട്ട് അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നതാണോ എളുപ്പം, ഓർ +2 കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം അല്ലെങ്കിൽ ഒരു ഇയർ തന്നെ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു എൻട്രൻസിൻ്റെ കോച്ചിങ് കാര്യങ്ങളൊക്കെ പോയി അതിനെ പ്രിപ്പയർ ചെയ്ത് ഒരു കോളേജിൽ ജോയിൻ ചെയ്യുന്നതാണോ ബെറ്റർ. ഇതാണ് കോമൺലി ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന കുറച്ച് ഡൗട്ട്. ഇഫ് യു ആർ എ +1 സ്റ്റുഡൻറ്റ് ഓർ +2 സ്റ്റുഡൻറ്റ്സ് യു മൈറ്റ് ബി തിങ്കിങ് ദിസ്. അപ്പോൾ ഞാൻ സ്റ്റുഡൻസിനെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടോപ്പ്. സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നതാണ് ആവറേജ് സ്റ്റുഡൻസ്. അതായത് അവർക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, എന്നാൽ അതെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല, എവിടെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ സ്റ്റെപ്സാണ് ഞാൻ ഇനി എടുക്കേണ്ടത് എന്നുള്ളത്. അതായത് അവരുടെ മൈൻഡിലൊരു പിക്ചർ ഉണ്ട്, പക്ഷെ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എങ്ങനെ ഓർഗനൈസ് ചെയ്ത് എടുക്കണം, അതിനെ എങ്ങനെ ഒരു റിസൾട്ടിലേക്ക് കൊണ്ടുവരണം എന്നറിയാത്ത ആൾക്കാരാണ് ഈ ഒരു ആവറേജിൻ്റെ ആൾക്കാരെന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് കാറ്റഗറി പറയുന്നതാണ് ഒരു ബിലോ ആവറേജ്, അല്ലെങ്കിൽ ലൈക്ക് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി പാസ്സായാൽ മതി, എനിക്ക് ഇത്രയും ഒരു പാസ് മാർക്കൊക്കെ മതി, ഇപ്പോൾ എനിക്ക് എൻട്രൻസ് ഒന്നും വയ്യ, ലൈക്ക് +2 കഴിഞ്ഞ് എനിക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിന് അങ്ങനെ പൊക്കോളാം എന്ന് പറഞ്ഞാൽ ഒരു എയിം ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാർ. So ഈ വീഡിയോയിൽ ബേസിക്കലി ഐ എം ടോക്കിംഗ് അബൌട്ട് ദ സെക്കൻഡ് കാറ്റഗറി ഓഫ് ഗ്രൂപ്പ്, ദ ആവറേജ് വൺസ്. ബിക്കോസ് ഐ എം ആൻ ആവറേജ് സ്റ്റുഡൻറ്റ്. ഞാൻ വളരെയധികം ആവറേജ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ബട്ട് വെൻ ഇറ്റ് കംസ് ടു 8th സ്റ്റാൻഡേർഡ്, വെൻ ഐ വാസ് ഇൻ 8th സ്റ്റാൻഡേർഡ്, ആ ഒരു ടൈമിൽ കൊറോണ ടൈം കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ അപ്പോൾ മെല്ലെ ഞാൻ അങ്ങ് ഉഴപ്പാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ടൊരു 9th സ്റ്റാൻഡേർഡ് വരെ, 7th 8th 9th സ്റ്റാൻഡേർഡ് വരെ ഞാൻ നല്ല ഉഴപ്പായിരുന്നു. മാർക്സ് ഗ്രേഡ്സ് കാര്യങ്ങളൊന്നും അത്ര അങ്ങ് നന്നായിട്ടുണ്ടായിരുന്നില്ല. ബട്ട് വെൻ ഇറ്റ് കെയിം ടു 10th സ്റ്റാൻഡേർഡ് everything changed and I got full A+ in 10th, full A+ in +1, full A+ in +2 and now ഇപ്പോൾ കോളേജിൽ അഡ്മിഷനൊക്കെ കിട്ടി ഫസ്റ്റ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആവറേജിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അത് പറയാമെന്ന് പറഞ്ഞത്. ദിസ് ഈസ് ഓൺലി മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഞാൻ പറയുന്നത് എപ്പോഴും +2ൻ്റെ കൂടെ നിങ്ങൾ ഈ ഒരു കോച്ചിങ് ചെയ്യാമെന്ന് പറയുന്നത് ഞാൻ ഒട്ടും സപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യമാണ്. ബേസിക്കലി എന്തുകൊണ്ടാണ് ഞാനതങ്ങനെ ചെയ്യണ്ട എന്നുള്ളൊരു റീസൺ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +1ൽ അടിച്ച് പൊളിച്ച് നടന്നത് പോലെ ആയിരിക്കില്ല +2ൽ, എസ്പെഷ്യലി ഇൻ സ്റ്റേറ്റ് സിലബസ്. ഓൾറെഡി നിങ്ങളിപ്പോൾ +1ന് നിങ്ങൾ മെയിനായിട്ടുള്ള ബോർഡ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയാണ് നിങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് തിങ്, +2ൽ നിങ്ങൾക്ക് ലാബ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് 4 സബ്ജക്റ്റിൽ ലാബ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ലാബ് ക്ലാസ്സസ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും, റെക്കോർഡ്സ് എഴുതേണ്ടി വരും, ലാബ് എക്സാം സെപ്പറേറ്റ് ഉണ്ടാവും. ഈ ഒരു നമ്മളുടെ മോഡൽ എക്സാം അല്ലെങ്കിൽ ആ ഒരു റിട്ടേൺ എക്സാമിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ലാബ് എക്സാം കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് ബേർഡൻ ആയിട്ടുള്ള കുറച്ച് തിരക്ക് പിടിച്ചൊരു സമയങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു കീം അല്ലെങ്കിൽ ഒരു എൻട്രൻസ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഈ ആവറേജ് പീപ്പിളിന് കേട്ടോ. ഞാൻ എൻ്റെ ആ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ പറ്റിയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ച് അതൊരു ഡിഫിക്കൽട്ടായിരിക്കും. ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ് ഈസ്
ഇപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കുന്ന സ്കൂള് ഒന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബസ് കയറി ഒരു 1 hour ട്രാവൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു 1/2 hour ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസിലായിരിക്കും നിങ്ങളുടെ സ്കൂൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ പോയി അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേനും തന്നെ നിങ്ങൾ ടയേർഡായിട്ടുണ്ടാവും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുൾ മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് ഇങ്ങനത്തെ സബ്ജക്ട്സുകൾ കാര്യങ്ങളൊക്കെ തന്നെ പഠിക്കുക. ഇടയിലൊരു റിലാക്സേഷൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് 2 ലാംഗ്വേജ് ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ +2 കഴിഞ്ഞാൽ ലാബും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി നിങ്ങൾ അതിൻ്റെ ആ ഒരു ഇതിലാകെ മൊത്തം ടയേർഡായിട്ടായിരിക്കും നിങ്ങൾ വീട്ടിലെത്തുന്നുണ്ടാവുക. ആൻഡ് ഓൾസോ ചില കുട്ടികൾ ട്യൂഷനും പോകുന്നുണ്ടാവും. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വല്ല ട്യൂഷൻ സെൻറ്ററോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ട്യൂഷന് പോകുന്നവരും ഉണ്ടാവും. സോ അവരാണെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് ഫ്രഷായി പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കഴിച്ച് ട്യൂഷന് പോകുന്നുണ്ടാവും. ചിലപ്പോൾ ട്യൂഷൻ പോയി തിരിച്ചെത്തുന്നത് ഒരു 6 മണി 6:30 ആ ഒരു ടൈമായിരിക്കും. അപ്പം തന്നെ നിങ്ങൾ ഓൾറെഡി ടയേർഡായിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ അതിൻ്റെ മേലത്തേക്ക് ഇനി നിങ്ങൾ കീം അല്ലെങ്കിൽ JEE പോലെയുള്ള എൻട്രൻസിൻ്റെ കോച്ചിങ്ങിനും കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ആസ് എൻ ആവറേജ് സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല. ആൻഡ് അത് മാത്രമല്ല, പിറ്റേന്ന് സ്കൂളിലേക്കുള്ള കുറേ ഹോംവർക്സും കാര്യങ്ങളും അസൈൻമെൻറ്റ്സും ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഫോൺ നോക്കാനും റീൽസ് സ്ക്രോൾ ചെയ്യാനും കൂടെ കുറച്ച് സമയം വേണമല്ലോ. അപ്പോൾ അതും കൂടി ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനായിട്ടുള്ളൊരു ടൈം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് +2 കൂടെ നിങ്ങൾ ചെയ്യുന്നത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും പിന്നെ എപ്പോൾ ചെയ്യും, പിന്നെ എപ്പോഴാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കുക. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ജസ്റ്റ് എൻട്രൻസ് എഴുതി നിങ്ങൾക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു കോളേജിലോട്ട് ഒരു അഡ്മിഷൻ ഒരു മെറിറ്റ് സീറ്റിലൊക്കെയാണ് വേണം, അങ്ങനത്തെ ഒരു എയിം മാത്രമാണ് നിങ്ങളുടെ മൈൻഡിലുള്ളൂ എന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് വാട്ട് ഐ മീൻ ബൈ ദിസ് ഈസ് നിങ്ങൾ NIT IIT പോലുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊന്നും പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഗവൺമെൻറ് കോളേജസ് കാര്യങ്ങളൊന്നും നിങ്ങൾ വലിയ രീതിയിൽ നോക്കുന്നില്ല. നിങ്ങൾ കുറച്ചും കൂടെ സെൽഫ് ഫിനാൻസ്ഡ് ആയിട്ടും പിന്നെ ഡിഗ്രി ഇതിന് വേണ്ടിയിട്ടൊക്കെ ഡിഗ്രി കോഴ്സസിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് നിങ്ങൾ ഗവൺമെൻറ് കോളേജസ് നോക്കുന്നത് ഫോർ അലോട്ട്മെൻറ്റ്. ഓക്കെ, അതായത് നിങ്ങൾ കൂടുതലും എൻജിനീയറിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊഫഷണൽ കോഴ്സുകൾ നോക്കാതെ നിങ്ങൾ FIUGP പ്രോഗ്രാംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളതിന് മാത്രമാണ് ഞാൻ ഗവൺമെൻറ് കോളേജസ് നോക്കുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഐ എം ഓക്കെ വിത്ത് സെൽഫ് ഫിനാൻസ്ഡ് ഓർ പ്രൈവറ്റ് കോളേജസ് ആണ് എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ +2 കഴിഞ്ഞ് ഉള്ള സമയം, ഓക്കെ, +2ൻ്റെ എക്സാം കഴിഞ്ഞാൽ തൊട്ട് പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾ ഈ ഒരു കീമിന് വേണ്ടി ഇരുന്നാൽ മതിയാവും. ഓക്കെ, എൻട്രൻസിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ മതിയാവും. ആൻഡ് യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ്. ആൻഡ് ഞാൻ കീം എഴുതിയ ഒരു വ്യക്തിയാണ്. സോ കീം എൻട്രൻസ് എഴുതിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഐ ഗോട്ട് 32,000 or 30,000 എങ്ങാണ്ടായിരുന്നു എൻ്റെ റാങ്ക്. ദാറ്റ് ഈസ് നോട്ട് എ ബിഗ് അടിപൊളി റാങ്ക്. ഓക്കെ, ഫസ്റ്റ് റാങ്ക് തൊട്ട് 5,000 റാങ്ക് വരെയാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ 500 വരെയാണ് ഏറ്റവും ബെസ്റ്റസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. എൻ്റെ 30,000 ഒന്നുമല്ല, അത് നിങ്ങൾ നോക്കണ്ട. സോ ബേസിക്കലി അതായിരുന്നു എൻ്റെ റാങ്ക്. ബട്ട് സ്റ്റിൽ ഞാൻ ആഗ്രഹിച്ച കോളേജിൽ എനിക്ക് അടിപൊളിയായിട്ട് അഡ്മിഷൻ അലോട്ട്മെൻറ്റിൽ തന്നെ കിട്ടി. അപ്പോൾ വാട്ട് ഐ മീൻ ബൈ ദിസ് ഇസ് എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റുമടാ, അത്രയേ ഉള്ളൂ. സംഭവം സിമ്പിളാണെന്നേ. സോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കാര്യം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങൾ ഭയങ്കര എൻജിനീയറിങ് അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഇനി അഥവാ നിങ്ങൾ എൻജിനീയറിങ് നോക്കുന്നുണ്ടെങ്കിലും ഗവൺമെൻറ് കോളേജസ് നിങ്ങൾ നോക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ഒരു കുറച്ച് സമയം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ആൻഡ് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെയാണ് +2 കഴിഞ്ഞതിന് ശേഷം +2 എക്സാം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ടോപ്പിക്കിൽ നിങ്ങൾക്കൊരു വീഡിയോ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ, ഐ വിൽ ഡൂ ദാറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് കാര്യം. ഞാൻ ഇതിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ NIT IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം. സപ്പോസ് നിങ്ങൾ അവിടെയൊക്കെ പഠിക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് എൻട്രൻസിൽ അപ്പിയർ ആയാലും നിങ്ങൾക്ക് വളരെയധികം ബെസ്റ്റ് ആയിട്ടുള്ളൊരു റാങ്ക് വേണം. ഓക്കെ, മെയിനായിട്ട് ഫസ്റ്റ് റാങ്ക് തൊട്ട് ഒരു 500 ഓർ മേ ബി 1000 റാങ്കിൻ്റെ ഉള്ളിലെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കിട്ടിയാൽ മാത്രം, മേ ബി നമുക്കൊരു 5,000 വരെ പോകാം, അതിൻ്റെ ഉള്ളിൽ നല്ലൊരു റാങ്ക് കിട്ടിയാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് NIT IIT അതേപോലെ തന്നെ ഗവൺമെൻറ് കോളേജസിലൊക്കെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് അവൈലബിൾ ആയിട്ട് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് JEE
മെയിൻ JEE അഡ്വാൻസ്ഡ് പോലെയുള്ള എൻട്രൻസസ് എഴുതാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എക്സാം രണ്ട് എക്സാം അതിന് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫേസ് വരുന്നത് നിങ്ങൾക്ക് ജനുവരി ആ ഒരു ടൈമിലായിരിക്കും. സെക്കൻഡ് ഫേസ് വരുന്നത് നിങ്ങൾക്ക് ഒരു ഏപ്രിൽ ഓർ മെയ് ഐ തിങ്ക്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ആ ഒരു ടൈമിലായിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ദാറ്റ്, നിങ്ങൾക്ക് NIT IIT പോലെയുള്ള അടിപൊളിയായിട്ടുള്ള സ്ഥാപനങ്ങളിലാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ യു ഷുഡ് സ്റ്റാർട്ട് നൗ. ഓക്കെ, നിങ്ങളിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമാണ് JEE ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, JEEൻ്റെ എക്സാം വരുന്നത് ജനുവരീൻ്റെ ആ ടൈമിലായിരിക്കും നിങ്ങളുടെ ലാബ് എക്സാം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക. കീം വേഴ്സസ് JEEനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, കീം എന്ന് പറയുമ്പോഴത്തേനും കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള, സിമ്പിൾ മീൻസ് ഒത്തിരി അങ്ങനെ സിമ്പിൾ എന്നല്ല, പക്ഷേ ഒന്നുകൂടെ നമ്മുടെ +1 +2 കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ പ്രോബ്ലംസ് കാര്യങ്ങൾസൊക്കെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുന്നത്. ബട്ട് JEE വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ JEE കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള ഒരു CBSE അല്ലെങ്കിൽ ICSE ബേസ്ഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് കൂടുതലും ഉണ്ടാവുക. അതിൽ കുറച്ചും കൂടെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ളതായിരിക്കും വരുന്നുണ്ടാവുക. കമ്പയർഡ് വിത്ത് കീം, JEE ഈസ് ഡിഫിക്കൾട്ട് ആൻഡ് കീം ഇസ് വെരി ഈസി. നിങ്ങൾ JEE നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ +2ൻ്റെ കൂടെ തന്നെ കോച്ചിങ് നോക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ആൻഡ് കീമാണ് നിങ്ങൾ നോക്കുന്നത്, പക്ഷേ നിങ്ങൾക്ക് കീമിൽ അടിപൊളിയായിട്ടുള്ളൊരു ഗവൺമെൻറ് കോളേജ് വേണം ഫോർ പ്രൊഫഷണൽ കോഴ്സസ്. ഓക്കെ, പ്രൊഫഷണൽ കോഴ്സസിന് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ കീമും നിങ്ങൾ +2ൽ തന്നെ, +2ൻ്റെ ഒപ്പം തന്നെ ഒരു +2ൻ്റെ ആ ഒരു ഓണം എക്സാം ഒക്കെ വരില്ലേ, അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈം ഗ്യാപ്പിൽ തന്നെ നിങ്ങൾ കോച്ചിങ് ഇപ്പോൾ തന്നെ നോക്കുന്നതായിരിക്കും ബെറ്റർ. ആൻഡ് ഇനി നിങ്ങൾ ഡിഗ്രി കോഴ്സസ് കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്, BCA MCA അങ്ങനെയുള്ള കാര്യങ്ങൾ, BSc ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നത്, അതേപോലെ തന്നെ BTech അതൊക്കെ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ്ഡ് ആയിട്ടുള്ള കോളേജസ് ആണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് +2 കഴിഞ്ഞതിന് ശേഷം എക്സാം ആവുന്ന ആ ഒരു ടൈം ഗ്യാപ്പില്ലേ, അപ്പോൾ മാത്രം ഇരുന്ന് യൂട്യൂബ് വീഡിയോസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ തന്നെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതേ പറഞ്ഞ പോലെ തന്നെ ഒരു 20 to 30ൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഏതാണോ ഫസ്റ്റ് ഓപ്ഷൻ വെച്ചിട്ടുള്ളത് ആ കോളേജിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു അഡ്മിഷൻ റെഡി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ബേസിക്കലി. സോ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻട്രൻസിനെ പറ്റിയിട്ടുള്ള എല്ലാവരുടെയും ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇഫ് യു ഹാവ് എനി അതർ ഡൗട്ട് ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് ടിൽ ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.